വസമ്മാഹു മുഹമ്മദാ. അപ്പോ നമ്മൾ മങ്കൂസ് മൗലിദിലെ രണ്ടാമത്തെ ഭാഗം ഇന്ന് പറയാൻ പോവാണ്. വസമ്മാഹു മുഹമ്മദാ വഅഖ്റജഹു ഫീ ആഖിരി الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഹബീബായ തങ്ങളുടെ നൂറിനെ കുറിച്ച്, ഒളിവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ തിരുനൂറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് വെച്ചു. വസമ്മാഹു മുഹമ്മദാ وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി കണക്കാക്കിയതിനനുസരിച്ച് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയെ അവസാന കാലഘട്ടത്തിൽ പുറപ്പെടുവിക്കുകയും ഒരാൾക്കും ധരിപ്പിച്ചിട്ടില്ലാത്ത അഴകിന്റെ സ്ഥാനവസ്ത്രത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചന്ദ്രനെയും നക്ഷത്രത്തെയും നാണിപ്പിക്കുന്ന മുഖത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. ഇതാണ് ഇപ്പോ പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അർത്ഥം പറയാം. ഇതിപ്പോ പഠനാണല്ലോ, വയലോ പ്രഭാഷണമല്ലോ. ഇത് മങ്കൂസ് മൗലൂദ് ഒരു പഠിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിലാണ് അല്ലേ, ക്ലാസ് എടുക്കുകയാണ്. വസമ്മാഹു മുഹമ്മദാ, ആ തിരുനൂറിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന പേര് വെച്ചു. വഅഖ്റജഹു ഫീ ആഖിരി الزمان, അവസാന കാലഘട്ടത്തിൽ അല്ലാഹു ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറപ്പെടുവിച്ചു. കമാ ഖദ്ദറ, അല്ലാഹു മുൻകൂട്ടി കണക്കാക്കിയത് അനുസരിച്ച്. വഅബ്ദാ, അല്ലാഹു വെളിപ്പെടുത്തുകയും ചെയ്തു. വഅൽബസഹു, അല്ലാഹു ആ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധരിപ്പിച്ചു. ഖിൽഅത്തൽ ജമാൽ, അഴകിന്റെ സ്ഥാനവസ്ത്രത്തെ. എങ്ങനെയുള്ള അഴകിന്റെ സ്ഥാനവസ്ത്രമാണ്? അല്ലത്തി ലം യുൽബിസ്ഹാ അഹദാ, ആ റബ്ബ് അവൻ ഒരാൾക്കും ധരിപ്പിച്ചിട്ടില്ലാത്ത അഴകിന്റെ വസ്ത്രം. ഫവുലിദ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു. ബിവജ്ഹിൻ, ഒരു മുഖത്തോട് കൂടി. എങ്ങനെയുള്ള മുഖം? അഖ്ജല, നാണിപ്പിക്കുന്ന, തോൽപ്പിക്കുന്ന. ഖമറൻ വഫർഖദ, ചന്ദ്രനെയും ധ്രുവ നക്ഷത്രത്തെയൊക്കെ അതിനെ തോൽപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന മുഖത്തോടുകൂടെ ജനിച്ചു. എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളും ചന്ദ്രനെല്ലാം നാണക്കടായി, നാണിച്ചു പോയി. അവര് വിചാരിച്ച് നമ്മളാണ് ഏറ്റവും വലിയ സുന്ദരന്മാര്, എനിക്കാണ് ഏറ്റവും നല്ല തിളക്കവും വെളിച്ചവും ഒളിവുമുള്ളത് എന്ന് ചന്ദ്രനും നക്ഷത്രമൊക്കെ വിചാരിച്ചു. ഞാൻ വലിയ പ്രകാശ ഗോപുരമാണല്ലോ എന്നാണ് അവര് കരുതിയത്. പക്ഷേ അള്ളാന്റെ ഹബീബായ തങ്ങളെ പ്രസവിക്കലോടുകൂടെ അവരെല്ലാം നാണിച്ചു പോയി. നമ്മൾ വിചാരിച്ചത് നമ്മളെ തന്നെ വലിയ ആള് എന്നാണ്. പക്ഷേ ഇതെല്ലാം നമ്മളെ ധാരണയൊക്കെ അസ്ഥാനത്തായിപ്പോയല്ലോ. ഇത് നമ്മളെക്കാളും ഒരുപാട് ഭംഗി വരത്തുന്നുണ്ടല്ലോ, വെളിച്ചമുണ്ടല്ലോ, പ്രകാശമുണ്ടല്ലോ.
അങ്ങനെയാണ്, അങ്ങനെ കാണിച്ചു. ഇനി നമ്മൾക്ക് വിശദീകരണം പറയാം. ഇപ്പോ മൊത്തത്തിൽ അർത്ഥം പറഞ്ഞ് ഓരോ വാക്കിന്റെ അർത്ഥവും പറഞ്ഞു നമ്മൾ. ഇനി നമ്മൾ പറയാം, ഇല്ലായ്മയിൽ നിന്ന് തിരുനൂറിനെ ഉണ്ടാക്കിയതിന് ശേഷം സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിരുനൂറിന് മുഹമ്മദ് എന്ന് പേര് വെച്ചു. ആ പ്രകാശത്തിനൊരു പേര് വെച്ചു, മുഹമ്മദ്. എത്രയോ വർഷം മുമ്പ് ആ നൂറിന് അല്ലാഹു മുഹമ്മദ് എന്ന പേര് വെച്ചു. മുഹമ്മദ് എന്നാൽ പ്രശംസിക്കപ്പെടുന്നവർ എന്നാണ് അർത്ഥം. എന്തേ മുഹമ്മദിന്റെ അർത്ഥം? പ്രശംസിക്കപ്പെടുന്നവർ എന്നാണ് അർത്ഥം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അവിടുത്തെ വിശേഷണത്തോട് യോജിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചത്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് അവിടുത്തെ വിശേഷണത്തോട് യോജിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പേര് വെച്ചത്. പ്രശംസിക്കപ്പെടുന്നവർ, കാരണം എങ്ങനെയും പ്രശംസിക്കപ്പെടാൻ അർഹൻ ഹബീബായ തങ്ങളാണല്ലോ, അല്ലേ? സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാൾ വരെ പ്രശംസിക്കപ്പെടുന്നവരാണ്. ഖിയാമത്ത് നാൾ വരെ ഹബീബായ തങ്ങളെ ഓരോ ആളുകളും പ്രശംസിച്ച് കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അവിടുത്തെ പേരും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നതുകൊണ്ട് മുഹമ്മദൻ എന്ന പേര്, മുഹമ്മദ് എന്ന പേര് വെക്കപ്പെട്ടു. അല്ലാഹു തിരുനൂറിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതായി പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. കൂനി മുഹമ്മദൻ ബിക അബ്ദഉൽ ഖൽഖ വ അഖ്തിമുർ റുസുല. നീ സ്തുതിക്കപ്പെടുന്നവനാവണം, എന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നതും പ്രവാചകന്മാരെ അവസാനിപ്പിക്കുന്നതും നിന്നെ കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ ആ നൂറിനെ നോക്കി അഭിസംബോധന ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണിത്. അവസാന കാലഘട്ടത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദയം. ദുനിയാവിനെ സൃഷ്ടിച്ച്, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം, ദുനിയാവിനെ സൃഷ്ടിച്ച് 5500 വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൗതിക ലോകത്ത് ഭൂജാതരാകുന്നത്, ജനിക്കുന്നത്. ഭൂമിയെ സൃഷ്ടിച്ചിട്ട് അതിന് മുമ്പ് ഇന്നലെ പറഞ്ഞു, ഒരുപാട് വർഷം, എത്രയോ വർഷം ആ തിരുനൂറ് ഉദിക്കാറുണ്ടായിരുന്നു. 100 അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ദുനിയാവിനെ അള്ളാഹു സൃഷ്ടിക്കുന്നത്. അപ്പൊ ദുനിയാവിനെ സൃഷ്ടിച്ച് 5500 വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൗതിക ലോകത്ത് ഭൂജാതരാകുന്നത്, ജനിക്കുന്നത്, ആമിന ബീബി പ്രസവിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിൽ നിന്ന് പരാമർശിക്കുന്നത്. മനസ്സിലായ? അഴകിന്റെ സ്ഥാനവസ്ത്രം ധരിപ്പിച്ചു എന്നതിന് ബാഹ്യവും ആന്തരികവുമായ എല്ലാ സൽഗുണങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകി എന്നും അവിടുത്തെ ശരീരത്തിന്റെ സൗന്ദര്യ ഭംഗിയും ഇവിടെ നമുക്ക് ഉദ്ദേശിക്കാം, അല്ലെ? അഴകിന്റെ സ്ഥാനവസ്ത്രം ധരിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാഹ്യവും അകവും പുറവും, ബാഹ്യവും ആന്തരികവുമായ എല്ലാ സൽഗുണങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകി എന്നുള്ളതാണ്. എല്ലാ സൽഗുണങ്ങളും അകവും പുറവും. അതുമാത്രമല്ല അവിടുത്തെ ശരീരത്തിന്റെ സൗന്ദര്യ ഭംഗി. കുറെ നമ്മൾ
ഷമാഉലുൽ മുഹമ്മദിയ ഓതാനുണ്ടല്ലോ, അത് ഹദീസ് പറയുമ്പോൾ നമ്മൾ വിശദീകരിക്കും. എല്ലാ വിഷയത്തിലും അഴകിന്റെ, ഭംഗിയുടെ, സൗന്ദര്യത്തിന്റെ ഉന്നതമായ തലത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ വിശേഷണങ്ങളെയും സ്വഭാവത്തെയും മനോഹരമായ ഒരു വസ്ത്രത്തോട് സാമ്യപ്പെടുത്തുകയാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അല്ലെ, എല്ലാ ഭംഗിയുടെയും പരിപൂർണതയുടെയും വിശേഷണങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയതുപോലെ വേറെ ഒരാൾക്കും നൽകിയിട്ടില്ല. അല്ലേ, ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു അൽ മവാഹിബുൽ ലദുന്നിയ എന്ന കിതാബിൽ പറയുന്നതായി കാണാം, യഅലം അന്ന മിൻ തമാമിൽ ഈമാനി ബിഹി അൽ ഈമാനു ബിഅന്ന അല്ലാഹ ഖലഖ ബദനഹു അശ്ശരീഫ അലാ വജ്ഹിൻ ലം യദ്ഹർ ഖബ്ലഹു വലാ ബഅദഹു ആദമിയ്യുൻ മിസ്ലുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള വിശ്വാസത്തിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള വിശ്വാസത്തിന്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ത്? മുമ്പ് ഒരു മനുഷ്യനും നൽകിയിട്ടില്ലാത്ത ശരീര പ്രകൃതിയോടെയും ഭംഗിയോടും കൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്ന് വിശ്വസിക്കൽ. എന്ത് വിശ്വസിക്കണം? മുമ്പ് ഒരു മനുഷ്യനും നൽകിയിട്ടില്ലാത്ത ശരീര പ്രകൃതിയോടെയും ഭംഗിയോട് കൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് എന്ന് വിശ്വസിക്കൽ. മനസ്സിലായ? അപ്പോ ഹബീബായ തങ്ങളെപ്പോലെയുള്ള സൗന്ദര്യം ലോകത്ത് ഒരാൾക്കും റബ്ബ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും നല്ല ശരീര ഭംഗി, ശരീര പ്രകൃതി. മനസ്സിലായോ? അങ്ങനെ വിശ്വസിക്കണം നമ്മള്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്കാൾ സൗന്ദര്യമുള്ള ഒരു വസ്തുവും ലോകത്തിലില്ല. ആ മുഖത്തെ സത്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വദ്ദുഹാ, സമയത്തെ തന്നെയാണ് സത്യം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെട്ടിത്തിളങ്ങുന്ന മുഖം തന്നെയാണ് സത്യം എന്ന് വ്യാഖ്യാനം നൽകിയവരുമുണ്ട് ഖുർആൻ പണ്ഡിതന്മാര്, മുഫസ്സിരീങ്ങൾ. വദ്ദുഹാ എന്നതുകൊണ്ട് റബ്ബ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പല അർത്ഥങ്ങളും റബ്ബ് ഉദ്ദേശിക്കും. ഒന്നിന് ഒരു അർത്ഥം മാത്രം, പല അർത്ഥങ്ങൾ ഉദ്ദേശിക്കും. അതിലൊരർത്ഥമാണ് വദ്ദുഹാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെട്ടിത്തിളങ്ങുന്ന ആ റൗണ്ടായ ആ മുഖം തന്നെയാണ് സത്യം. അതുപോലെ പകൽ സമയത്തെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖവുമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ടുള്ളത്. മനസ്സിലായ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ഹസനൽ വജ്ഹി വഹസന സൗതി വകാന നബിയ്യുക്കും അഹ്സനകും വജ്ഹൻ വഅഹ്സനകും സൗതാ. ഏത് പ്രവാചകനെ, ഹബീബായ തങ്ങൾ പറയാണ്, ഏത് പ്രവാചകനെ അള്ളാഹു പറഞ്ഞയക്കുമ്പോഴും നല്ല ഭംഗിയോടെയും നല്ല ശബ്ദ മാധുര്യത്തോടു കൂടെയുമാണ് പറഞ്ഞയക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മനോഹരമായ മുഖത്തിന്റെയും ശബ്ദത്തിന്റെയും ഉടമയാണ്. ഹബീബായ തങ്ങള് തങ്ങളുടെ മദ്ഹ് സഹാബികളോട്, അതുപോലെ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്തുകളോട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഹബീബായ തങ്ങൾ തന്നെ പറയാണ് തങ്ങളുടെ മദ്ഹ്. അപ്പൊ നമ്മ പറയണ്ടേ? എന്താണ് പറഞ്ഞത്? മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ഹസനൽ വജ്ഹി വഹസന സൗതി. ഏത് പ്രവാചകനെ അള്ളാഹു പറഞ്ഞയക്കുമ്പോഴും നല്ല ഭംഗിയോടെയും നല്ല ശബ്ദ മാധുര്യത്തോട് കൂടെയുമാണ് പറഞ്ഞയക്കുക. എല്ലാ പ്രവാചകന്മാരും അങ്ങനെയാണ്, നല്ല ഭംഗി.
ഭംഗി എന്നുള്ളത് വലിയ വിഷയമാണല്ലോ. അങ്ങനെയാണ് അതൊരു അട്രാക്ഷനാണ് ഭംഗി എന്നുള്ളത്, അല്ലേ? സുൽത്താനുൽ ഉസ്താദിനെ കാണുമ്പോൾ അറബികൾ തന്നെ പറയുന്നില്ല എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ഭംഗിയാണ്. അത് അതൊരു സംഭവം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ബഹുമാനപ്പെട്ട ആല ഹളറത്ത് ഫാദിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരുടെ മകനെ കണ്ടിരുന്നു. നമ്മൾ ഈ യുപിയിൽ പഠിക്കുമ്പോൾ ബറേലിയിൽ പോയിന്. അഖ്തർ റസാ ഖാൻ, താജുശ്ശരിയ എന്ന മൂപ്പരെ സ്ഥാനപ്പേര്, താജുശ്ശരിയ അഖ്തർ റസാ ഖാൻ ബറേൽവി. സുബ്ഹാനല്ലാഹ്. വലിയ മഹാനാണ്. അപ്പോ മൂപ്പരെ മകനെ നമ്മൾ കണ്ടിരുന്നു. എന്തൊരു ഭംഗിയാണ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിങ്ങനെ കണ്ടവര് പറഞ്ഞു, മൂപ്പരിങ്ങനെ ഭംഗി ആണെങ്കിൽ ഹബീബായ തങ്ങളുടെ ഭംഗി എന്തായിരിക്കും? അപ്പൊ അങ്ങനെയാണ്. അപ്പോ അത് മാത്രമല്ല, നല്ല ശബ്ദമാധുര്യം ഉണ്ടാവും പ്രവാചകന്മാർക്ക്. ആനയോ അള്ളാഹു അയക്കും. എന്നിട്ട് പറയാണ് എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, ഏറ്റവും മനോഹരമായ മുഖത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും ഉടമയാണ് നിങ്ങളുടെ നബിയായ ഞാൻ എന്ന് ഹബീബായ തങ്ങൾ പറയാണ്. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ലൈലത്തി ഇൽഹിയാൻ ഫജഅൽതു അൻദുറു ഇലൈഹി വഇലൽ ഖമരി ഫലഹു അൻദി അഹ്സനു മിനൽ ഖമരി. ഞാനൊരു ചന്ദ്രനുള്ള രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഞാൻ ചന്ദ്രനിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മാറി മാറി നോക്കി. ആ സമയത്ത് ചന്ദ്രനേക്കാൾ എനിക്ക് സൗന്ദര്യം തോന്നിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്കാൾ സൗന്ദര്യം ചന്ദ്രനിലോ സൂര്യനിലോ ഒരു വസ്തുവിലുമില്ല. സൗന്ദര്യത്തിന്റെ നിറകുടമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആസ്വദിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ.